സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മുരിങ്ങ ഇല വെച്ച് ഒരു തോരൻ ഉണ്ടാക്കാം. അത് എങ്ങനെയെന്ന് നോക്കാം. അതിന് ആദ്യം തന്നെ കുറച്ച് മുരിങ്ങ ഇല എടുത്ത് കഴുകി വൃത്തിയാക്കി എടുക്കണം. മൂന്ന് നാല് പിടി മുരിങ്ങ ഇല എടുക്കുമ്പോൾ ഒരു പിടി പരിപ്പെടുത്താൽ മതിയാകും. ഇനി ഈ വേവിച്ച് വെച്ച പരിപ്പിലേക്ക് നമ്മുടെ മുരിങ്ങ ഇല ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. മുരിങ്ങ ഇല അധികം വേവിക്കാതെ ഇളക്കിയെടുക്കുന്നതാണ് സ്വാദ് കൂടുതലുണ്ടാവുക. ഒരു പിടി പരിപ്പ് വേവിക്കാൻ 1/2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തത്. മൂന്ന് ആവി വരുന്നതുവരെ വേവിച്ചെടുക്കാം. മുരിങ്ങ ഇല വേവിച്ചെടുക്കുമ്പോൾ കൂടുതലായി വേവിക്കാതെ ഇളക്കി ചെറിയ രീതിയിൽ വേവിച്ചെടുക്കുന്നതാണ് സ്വാദ് കൂടുതൽ ഉണ്ടാവുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. വെള്ളമൊഴിച്ച് ഇല വേവിച്ചെടുക്കുമ്പോൾ അതിന് ഒരു സ്വാദും ഉണ്ടാവില്ല. ഇലയുടെ പച്ച നിറവും പോകും. വെള്ളം 1 ടീസ്പൂൺ ഒഴിച്ച് ഇളക്കി എടുത്തു നോക്കൂ. നല്ല സ്വാദാണ്. ഇനി ഇതൊന്ന് വറുത്തിടാം. ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 2 നുള്ളി കടുകിട്ട് കടുക് പൊട്ടുമ്പോൾ നമുക്ക് ഒരു വറ്റൽമുളകും പൊട്ടിച്ചിട്ട് ഈ വേവിച്ച് വെച്ച പരിപ്പും മുരിങ്ങയിലയും ഇട്ട് ഇളക്കിയെടുക്കാം. എണ്ണയിലിട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കിയാൽ തന്നെ മുരിങ്ങ ഇലയ്ക്ക് നല്ല സ്വാദാണ്. ഞാൻ ഇങ്ങനെയാണ് മുരിങ്ങ ഇല ഉണ്ടാക്കാറ്. വെള്ളം ഒഴിച്ച് വേവിക്കാറില്ല. മുരിങ്ങ ഇല വീട്ടിലുണ്ടെങ്കിൽ ആരും ഇത് നശിപ്പിച്ച് കളയരുത്. ഇതിൽ വിറ്റാമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട്.